ലക്ഷ്മണ, ഇന്ന് പിന്നെ പാർലമെന്റിൽ മറ്റേ വകുപ്പ് ബോർഡ് നിയമം ഉണ്ടല്ലോ, പിന്നെ എന്നാൽ ഭേദഗതി അത് പാസ്സായിട്ടുണ്ട്. അറിഞ്ഞോ? അറിഞ്ഞു ഇന്നലെ ന്യൂസ് അതാണല്ലേ, TV തുറന്നാൽ 128 വോട്ടിനാ പാസ്സായതല്ലേ? ഭൂരിപക്ഷത്തിലാ. അതായത് ഒരു രാജ്യം ഒരു നിയമം, നമ്മൾ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. ഈ വകുപ്പ് ബോർഡിന്റെ കീഴിൽ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ടും ജീവിക്കുന്ന ഒരാളാ ഒരു സുപ്രഭാതത്തിൽ ഇറക്കി വിടുക എന്ന് പറയുന്നത് ഒരു രീതിയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും ഏത് മതവിഭാഗം വന്നു കഴിഞ്ഞാലും അംഗീകരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് വളരെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയ സ്വത്തുണ്ടോ? കാരണം ഒന്നുമില്ലാത്തവന്റെയാണ് 10 സെന്റ് 5 സെന്റ് സ്ഥലം നീ ഒഴിഞ്ഞു പോകണം, എന്നിട്ട് വേറെ നമ്മൾ ഏടത്തേക്ക് പോകേണ്ടത്. അത് മാഷെ അതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട്. അത് 600 കുടുംബമാണ്, അല്ല 1-2 പേരല്ല, 600 കുടുംബങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ആ മുനമ്പത്തെ മാത്രം വിഷയമല്ല. ഇത് വക്കമ്പോട് ഇന്ത്യ മൊത്തം മുനമ്പത്ത് ആദ്യം വന്നു, പിന്നെ ഇനിപ്പാടെല്ലാം വരാം. തളിപ്പറമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ജനവിഭാഗത്തിന്റെ പിന്നെ അവരുടെ പിന്നെ മതവിഭാഗത്തിന് അനുവദിച്ചു കൊടുത്ത സ്ഥലമാണ് വകുപ്പ് ബോർഡിന്റെ സ്ഥലങ്ങൾ. ഈ വകുപ്പ് ബോർഡിന്റെ ഫണ്ടല്ല യഥാർത്ഥത്തിലൂടെ പിന്നെ ഭേദഗതി ചെയ്യപ്പെട്ടതിലൂടെ നഷ്ടപ്പെടുന്നത്. വകുപ്പ് ബോർഡിനുള്ള സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവർക്ക് പല സ്ഥലത്ത്. ഇപ്പം മനോജ മാഷ് പറഞ്ഞ മാതിരി തളിപ്പറമ്പ് ടൗണിൻ്റെ ഒരു 60% വകുപ്പ് ബോർഡിൻ്റെ സ്വത്താണ്. ഈ വകുപ്പ് ബോർഡ് ആരാ കൊണ്ടതിന് പോയി നട്ടോ? എനിക്കറിയാത്തോണ്ട് അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്നതാണ്. അത് നമ്മളെ ഗവൺമെന്റ് എടുത്തുകളല്ലേ ഇതില്ലേ? അതെ, നെഹ്റുവിന്റെ കാലത്താണ്. അതെ, എന്തുകൊണ്ടാൽ ന്യൂനപക്ഷങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗത്തിനും പിന്നെ വേണ്ടത്ര പരിഗണന അന്നത്തെ കാലത്ത് പരിഗണന ഇല്ലെങ്കിൽ അതെ, അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടണം എന്നുള്ള രീതിയിൽ അതൊരു കാലഘട്ടത്തിൽ അത് ആവശ്യമായിരുന്നു. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരണ്ടേ? ന്യൂനപക്ഷത്തിനെ പരിഗണിക്കേണ്ടതും ന്യൂനപക്ഷത്തിന് സംരക്ഷിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു നേതാവ് ന്യൂനപക്ഷത്തിന്റെ നേതാവ് തന്നെ പറയും ഞങ്ങൾക്ക് ഒന്നും ആവശ്യമൊന്നുമില്ല, ആനുകൂല്യം മുഴുവൻ നമ്മൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. അതെ, ഞാൻ പറയുന്ന അറിയാം കേട്ടാ, ഇത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിന്റെ പരിഷ്കരിച്ചിട്ടാണ് ഇത്. തീർച്ചയായും ഒരു നിയമം ആ കാലഘട്ടത്തിന് ആവശ്യമില്ലെങ്കിൽ തീർച്ചയായും പരിഷ്കരിക്കപ്പെടണം. അതിലൊന്നും രണ്ടാമതൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല, പരിഷ്കരിക്കപ്പെടണം. പക്ഷെ അതിൽ ഞാൻ കാണുന്നത് ഇപ്പം ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തമ്മിൽ തന്നെ അല്ല വേണ്ടത്. ശരിക്ക് ഈ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ കുടിക്കടപ്പ് അവകാശവും അവരുടെ വീടുകളുമാണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരമാണ് സർക്കാർ തലത്തിലായാലും രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരാള് മറ്റയാളെ ചീത്ത പറഞ്ഞു, മറ്റയാള് ഇയാളെ ചീത്ത പറഞ്ഞു, ഇത് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഒരു കളിയായി. അല്ല, ഇന്നിപ്പോ നമുക്ക് കണ്ടേക്കുന്ന സംസാരങ്ങള് ഏത് പാർട്ടിയിലാണെങ്കിലും അത് വോട്ട് രാഷ്ട്രീയമാണ്. നമ്മൾ പാർലമെന്റിലാണെങ്കിലും കാണുന്ന വോട്ട് എല്ലാം വോട്ട് രാഷ്ട്രീയമാണ്. നമ്മളാ ജനങ്ങൾക്ക് വേണ്ടി അവരെ വിഷമം മനസ്സിലാക്കും. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. അവരെ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സമീപനം മാറ്റി എല്ലാരും മാറ്റണത്. അതിലിപ്പോ സംഭവിച്ചത് ഇന്ന് ഒരു നേതാവ് ബിജെപിന്റെ ഒരു പ്രശസ്തനായ ഒരു നേതാവ് അടുത്ത കാലത്ത് വന്നൊരു നേതാവ് ഇന്ന് മുനമ്പ് സന്ദർശിച്ചിട്ടുണ്ട്. 50 ആൾക്ക് മെമ്പർഷിപ്പ് അംഗത്വം കൊടുത്തിട്ടുണ്ട് പാർട്ടിയിൽ. അല്ല, അതിപ്പോ പറഞ്ഞാൽ ഇന്നിപ്പം ദീപിക പത്രം ഇതില്ലേ, മുഖപത്രം എഴുതിയില്ലേ, ലേഖനം എഴുതിയില്ലേ? അല്ല, അതല്ല ഈ പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ ഒരു ഘടകകക്ഷിയുടെ നേതാവ് പറഞ്ഞ എന്താണ്, രാജ്യസഭാ അംഗം പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഒരു ഘടകകക്ഷി CPM-ന്റെ ഒരു ഘടകകക്ഷിയുടെ നേതാവ് പറഞ്ഞേക്കുന്നത് എന്താണ്, ഇതിന് അനുകൂലമായിട്ടല്ലേ സംസാരിച്ചു. ഇന്ന് പേപ്പറിൽ അത് തന്നെയല്ലേ പറഞ്ഞത്. അല്ല, പക്ഷെ ഇതില് രാഷ്ട്രീയം കാണാതെ വോട്ട് ബാങ്ക് നോക്കാണ്ട് ജനങ്ങൾക്ക് വേണ്ടിട്ട് മാത്രം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ ഭാഗത്തേക്ക് എല്ലാവരും വരണം എന്ന് ചിന്തിച്ചിട്ട് വരുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. ഇത് ശരിക്കും ചൂഷണമാണ് ഇപ്പൊ നടന്നത്, ന്യൂനപക്ഷ ചൂഷണം. അല്ല, അത് ഇന്ന് ദീപിക ഇതെഴുതിയല്ലോ, ഫ്രണ്ടിലെഴുതി. അപ്പം രണ്ടാമത് പ്രശ്നം ഇന്നലെ വേറെ ഏതൊരു കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു അച്ഛൻ ഇന്നലെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇനി ചില വിഭാഗങ്ങൾ കഴിയണ്ട എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നേ, നമ്മളിപ്പം ഈ ന്യൂനപക്ഷത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ കണ്ടമാനങ്ങ് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വിഷയമുണ്ട്. 59 വിമോചന സമരം ഓർത്തിരിക്കണം. അന്ന് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു ഭാഗത്തായിരുന്നു. അന്ന് ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം ഒരു ഭാഗത്തായിരുന്നു. ഒരു ചെറിയ വിഭാഗം മാത്രമേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വകുപ്പ് ബോർഡിൻ്റെ പ്രശ്നവും ഒരു ന്യായം, ഭൂമി കിട്ടുക എന്നല്ല, നമുക്ക് പട്ടയമുണ്ട്, ഈ ഭൂമിക്ക് പട്ടയമില്ല. കേരളത്തിലെ നിയമം അനുസരിച്ച്, മറ്റു പ്രദേശങ്ങളിലെ നിയമമല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ നിയമമല്ല, കേരളത്തിലെ നിയമം അനുസരിച്ച് പട്ടയ ഭൂമിയാണ് എല്ലാം. പട്ടയം വേണം. നിനക്ക് 10 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ 10 സെന്റിന് പട്ടയം വേണം. ഈ ഭൂമിക്കൊന്നും പട്ടയമില്ല.
ഇതെല്ലാം വകുപ്പ് ബോർഡിൻ്റെ കീഴിലുള്ള ഭൂമിയാണ്. ദേവസ്വം ബോർഡിൻ്റെ ഭൂമി ആരും കൊടുക്കാൻ പറ്റുമോ? ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്നിട്ടും ദേവസ്വം ബോർഡിൻ്റെ ഭൂമി മനോരമക്കാരുടെ കയ്യിലില്ലേ? ഉണ്ട്. ഉണ്ട്. ലീസിനെടുത്തിട്ടില്ലേ? അത് ഇതുവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഹൈക്കോടതി വരെ അവർക്ക് സപ്പോർട്ടാണ്. അപ്പം ഈ വകുപ്പ് ബോർഡിൻ്റെ ഭൂമിയായാലും ദേവസ്വം ബോർഡിൻ്റെ ഭൂമിയായാലും മറ്റ് ആരെ ദൈവത്തിൻ്റെ ഭൂമി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ സമ്പാദിച്ച ഭൂമി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇത് സമ്പാദിച്ച വെച്ച ആൾക്കാരുണ്ട്, സാധാരണക്കാർ, അവരുടെ വികാരങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കണം. അല്ല, അതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഈ അങ്ങനെയാണെങ്കിൽ ഈ അരങ്ങത്ത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അതെ, അരങ്ങും അമ്പലത്തിന്റെ ഭൂമിയിൽ ആയിട്ട് ഈയിടെ ഒരു ചെറിയൊരു വിവാദങ്ങളായിട്ട് ചെറുതായിട്ട് ഒന്നും പൊങ്ങിയില്ല, അവിടെ കൊണ്ട് പറഞ്ഞു നിന്നു. അത് അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഭൂമി സാധാരണക്കാരൻ കഷ്ടപ്പെട്ട് വീട് വെച്ച് താമസിക്കും അറിവില്ലാതെ. അതൊന്നല്ല ഗോവിന്ദേട്ടാ അതിന്റെ അവസ്ഥ. സാധാരണക്കാരന് അവൻ അധ്വാനിച്ച് അവൻ ജീവിക്കുന്ന ഭൂമി ഇനി ഏത് ബോർഡിന്റെ അവൻ അർഹതപ്പെട്ടായിരിക്കണം. അതായിരിക്കണം. ഒരു തലമുറയല്ല, ഒരു തലമുറ അയാള് കാലങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലം അയാൾക്ക് കൊടുത്തേ പറ്റൂ. അതല്ലാണ്ട് പിന്നെ അതിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ. 10 സെന്റ് ഭൂമിക്ക് 10 സെന്റിന് അവകാശം ഉണ്ടല്ലോ നമുക്ക്. തുടർച്ചയായിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ വീട് വെച്ച് താമസിക്കാം, 10 സെന്റ് സ്ഥലത്തിന് അവകാശമുണ്ട്. അല്ലാണ്ട് എനിക്ക് ഒരേക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് പാവങ്ങൾക്ക് നീതി ലഭിക്കണം, അതാണ് നമുക്ക് അവസാനം. ബാക്കി ആരാ അയ്യപ്പനോ ആരാ ചെയ്യട്ടെ. സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ 100% ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ. ചുരുങ്ങിയ ഫീസ് നിരക്ക്, തവണകളായും ഫീസ് അടയ്ക്കാം. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550.